ദാ കിടക്കുന്ന ഒരു ഞെട്ടിക്കൽ കണ്ടന്റ്. അയ്യേ ഞെട്ടിക്കൽ കണ്ടന്റ് എന്ന് വിചാരിച്ചിട്ട് പറ്റിക്കൽ കണ്ടന്റ്. അയ്യേ വൈകുണ്ഠ സ്വാമികൾ എന്നാരും പറയണടാ. എടാ അയ്യാ വൈകുണ്ഠ സ്വാമികൾ. മക്കളെ LGS പരീക്ഷയ്ക്ക് നിങ്ങൾ കമ്പനി ബോർഡ് ആവട്ടെ, ഇനി വരാൻ പോകുന്ന ഏതൊരു LGS പരീക്ഷയ്ക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിലും ദാ വരാൻ പോകുന്ന ഹോട്ട് ടോപ്പിക്കുകൾ 1 by 1 ആയിട്ട് വരാൻ പോകണം. എന്താ ഹോട്ട് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഇതെന്ന് ചോദിച്ചിട്ട് മാത്രമേ പോകത്തുള്ളൂ. അതുകൊണ്ട് എങ്ങനെ വിത്ത് എവിഡൻസ് ആ വരുന്നത്. എന്തുട്ട് എവിഡൻസ്? 2021 തൊട്ട് ഈ പറഞ്ഞ ടോപ്പിക്കായി ബന്ധപ്പെടുത്തി. എടാ റിനൈസൻസ് ലീഡേഴ്സ് നമ്മൾ SNDPയിൽ ബാക്കി ഒന്നും നമ്മൾ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സെഷന്റെ ഈ ഒരു സീരീസിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ വൈകുണ്ഠ സ്വാമി മാത്രം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ, അതുപോലെ ഇനി വരാൻ പോകുന്ന 30 ടോപ്പിക്ക് മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനകത്തുള്ള പ്രധാനമായിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്ന PYQs പറഞ്ഞു തരും. അത് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ തന്നെ 30 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്നൊരു മേഖല. ബാക്കിയുള്ളതെല്ലാം കൂടെ അരത്തി പൊരുത്തി വരും. നിങ്ങൾ എന്തായാലും പ്രിലിംസ് പാസ്സാക്കുക. വളരെ എളുപ്പത്തിൽ ഈസിയിൽ ഫുൾ ടോപ്പിക്ക് പഠിക്കാതെ കവർ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ എന്ത് ചെയ്യുക? ആദ്യമായിട്ട് ലൈക്ക് അടിക്കുക, അതുപോലെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തി പൊട്ടിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ആവശ്യമുള്ള ആവശ്യമുള്ള മാത്രം ഷെയർ കൊടുക്കുക. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടന്റിലേക്ക് കിടക്കാം. എടാ നോക്ക് മക്കളെ, കേരള ബാങ്ക് OA 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വൈകുണ്ഠ സ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ വൈകുണ്ഠ സ്വാമി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഏതാണ് മക്കളെ? ഏതാണ് പറ? സമത്വ സമാജം അല്ലേ? സമത്വ സമാജം മറന്നു പോകരുത്. അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം മാതിരി ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു മേഖലയാണ് സമത്വ സമാജം. ഏതാണ് മക്കളെ? സമത്വ സമാജം. അപ്പൊ അരയ സമാജാണ് പണ്ഡിറ്റ് കറുപ്പനാണ്. അതുപോലെ സഹോദര പ്രസ്ഥാനം നമുക്ക് എല്ലാവർക്കും സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ സാധുജന പരിപാലന സംഘമാരാണ് അയ്യങ്കാളി. അങ്ങനെ 4 ഓപ്ഷനും കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചിരിക്കുന്നത്. ആ പിന്നെയും ക്വസ്റ്റ്യൻ അല്ലേ? ആ ഒറ്റയടിക്ക് ഉത്തരം അതാണ് അല്ലെ? റിപ്പീറ്റേഷൻ ആണ്. കറക്റ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ ശ്രീനാരായണ ഗുരുവായി ബന്ധപ്പെട്ട് നമുക്കറിയാം SNDP കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചുക. അതുപോലെ ചട്ടമ്പി സ്വാമികൾക്ക് പ്രത്യേകിച്ച് സംഘടന ഒന്നുമില്ല, പക്ഷേ പ്രധാനമായിട്ടുള്ള കല്ലുമാല സമരം പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പറഞ്ഞുതരാം. അതുപോലെ സഹോദരൻ അയ്യപ്പൻ സഹോദര സമാജം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പർ 2024 കൂലി വർക്കർ ആണ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൽ നടന്ന കൂലി വർക്കർ പരീക്ഷയിലാണ് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചത്. അതാ പിന്നെ ഇതാ കിടക്കുന്നു. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? പിന്നെ 2025 70ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ? നോക്കണേ, പരീക്ഷ നോക്കാം. പ്യൂൺ, റൂം അറ്റൻഡന്റ്, നൈറ്റ് വാച്ച്മാൻ അല്ലേ? ദാ നോക്കുന്നു, ദാ പിന്നെയും കിടക്കുന്നു. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. അതുപോലെ വാഗ്ഭടാനന്ദൻ നമുക്കറിയാം. ആത്മവിദ്യാ സംഘം ഓർത്തു വെച്ചേക്കാം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. അയ്യങ്കാളി സ്ഥാപിച്ച സംഘടന മക്കളെ സാധുജന പരിപാലന സംഘം. ദാ കിടക്കുന്നു. ഇതിനൊരു അവസാനം ഇല്ല അല്ലെ? അവസാനമില്ല. സമത്വ സമാജന പ്രസ്ഥാനം സ്ഥാപിച്ചാൽ പിന്നെയും ചോദിച്ചിരിക്കുന്നു. പരീക്ഷ എന്ന് മനസ്സിലാക്കാം. ഏതാണ്? LD ക്ലർക്ക് പരീക്ഷ 2023 അക്കൗണ്ടിന്റെ ക്യാഷിയർ അല്ലേ? LD ക്ലർക്ക് പരീക്ഷ ചോദിച്ചിരിക്കുന്നു. സമത്വ സമാജന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരും ചോദിച്ചിരിക്കുന്നു. ഇനി നോക്കണേ, ബ്രഹ്മാനന്ദ ശിവയോഗി. ഇവിടെ നമ്മൾ ഓപ്ഷനിലൂടെ എക്സ്ട്രാ പരിചയപ്പെടുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗി ഏതാ? ആനന്ദ മഹാസഭ അല്ലേ? ഏതാണ്? ആനന്ദ മഹാസഭ. മറന്നു പോകരുത്. അപ്പൊ ഇത്രയും സമാജങ്ങളായതുകൊണ്ട് ഒരു സമാജങ്ങൾക്ക് നമുക്ക് തീരുമാനം ഉണ്ടാക്കി മുന്നോട്ട് പോകാം. ഏതേ? ബ്രഹ്മസമാജം രാജാ റാം മോഹൻ റോയ്. അത് നിർത്തലാക്കുന്നതിന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച രാജാ റാം മോഹൻ റോയ്. ബ്രഹ്മസമാജം. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. സത്യശോധക സമാജം ആര്യ ജ്യോതി റാവു ഫുലെ. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു. ഇത്രയും സമാജങ്ങളുടെ 5 സമാജങ്ങൾ ഓർത്തു വെച്ച മക്കളെ. ഒരു സമാജം ഇപ്രാവശ്യം ചോദിക്കും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. ആരാണ്? ശ്രീനാരായണ ഗുരുവല്ല, കുമാരനാശനല്ല, അയ്യാ വൈകുണ്ഠ സ്വാമികൾ. ആരാണ്? അയ്യാ വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ നോക്കണേ, ഇതുമായി ബന്ധപ്പെടുത്തി മറ്റുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ചെയ്തിട്ടുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രക്രിയകൾ നോക്കാം. സർവമത സമ്മേളനം ആര്? ശ്രീനാരായണ ഗുരു. ആരാണ്? ശ്രീനാരായണ ഗുരു. അതുപോലെ കല്ലുമാല സമരം 1, ഊരുട്ടമ്പൽ ലഹള 2, വില്ലുവണ്ടി യാത്ര ആര്? 3 ആരാണ്? അയ്യങ്കാളി ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളാണ്. അതുപോലെ ഇനി നോക്കാം. അതുപോലെ സമപന്തി ഭോജനം ആരാ? അയ്യാ വൈകുണ്ഠ സ്വാമി. മറന്നു പോകരുത്. പന്തി ഭോജനം ആരാണ്? തൈക്കാടയ്യ. മറന്നു പോകരുത്. മിശ്ര ഭോജനം ആരാണ്? സഹോദരൻ അയ്യപ്പൻ. മറന്നു പോകരുത്. പട്ടിസദ്യ ആരാണ്? ചട്ടമ്പി സ്വാമികൾ. മറന്നു പോകരുത്. പ്രീതി ഭോജനം ആരാണ്? വാഗ്ഭടാനന്ദൻ. മറന്നു പോകരുത്. അപ്പൊ ഇത് ഈ ഭോജനങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. അപ്പൊ ഒരു പാട്ട് പോലെ പറയാടാ. എന്താണ്? സമവൈ, പന്തിത്തൈ, മിശ്ര സഹോ, പട്ടി ചട്ട. പ്രീതിക്ക് വാക്ക് കൊടുക്കണം അല്ലെ? പ്രീതിക്ക് വാക്ക് കൊടുക്കണം. വാഗ്ഭടാനന്ദൻ. സമവൈ, പന്തിത്തൈ, മിശ്ര സഹോ, അതുപോലെ പട്ടിച്ചട്ട. പട്ടിസദ്യയാണ് ചട്ടമ്പി സ്വാമികൾ അല്ലെ? പ്രീതി ഭോജനം. പ്രീതിയാണ്. പ്രീതിക്ക് വാക്ക് കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ഭോജനങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കും. ഏതാണ്? സമപന്തി ഭോജനം. സമവൈ അയ്യാ വൈകുണ്ഠ സ്വാമികൾ അല്ലെ? അയ്യാ വൈകുണ്ഠ സ്വാമികൾ അല്ലെ? പന്തി ഭോജനം തൈക്കാടയ്യ. പന്തിത്തൈ മിശ്ര സഹോദരൻ അല്ലെ? മിശ്ര സഹോദരൻ അയ്യപ്പൻ. മിശ്ര സഹോ. അതുപോലെ പട്ടിസദ്യ ചട്ടമ്പി സ്വാമികൾ. പട്ടിച്ചട്ട മറന്നു പോകരുത്. അതുപോലെ പ്രീതി ഭോജനം. പ്രീതിക്ക് വാക്ക് കൊടുക്കണം.
വാഗ്ഫടാനന്ദൻ മറന്നു പോകണ്ട. നോക്കടാ, ഈ പരീക്ഷ ഏതൊക്കെ നമുക്ക് ദഫേദാർ അല്ലേ, പവർ ലോണ്ടറി, അച്ഛൻ മേസൺ, സൂപ്പർ LGS ആയ ഇതെല്ലാം കൂടെ ചോദിച്ച 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ മാത്രം പഠിച്ചൊരു ഉദ്യോഗാർത്ഥി എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം എഴുതാൻ പറ്റും. ആ 2 ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നോക്കൂ, നമ്മൾ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാൻ പോകുന്നു. നോക്കടാ, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഉൾപ്പെടാത്തത് കണ്ടെത്തി. അപ്പൊ എന്താണ് ഉൾപ്പെടുന്നത് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം കണ്ടെത്താൻ പറ്റും അല്ലേ? രണ്ടാമത്തത് സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, അദ്ദേഹത്തിന്റെ പ്രവർത്തനമാണ് അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്താണ് അത് ആയതുകൊണ്ട് തന്നെ സി ഉത്തരമായിട്ട് വരൂടെ? അല്ല പോട്ടെ, ബി നോക്കാം. എ ഉത്തരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? അതിന് പറഞ്ഞിരിക്കുന്നത് ഉൾപ്പെടാത്തത് 3 സമത്വമാണ് മനുഷ്യൻ ജാതി പ്രഖ്യാപിച്ചത് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉൾപ്പെടാത്തത് എന്നാണ് എന്ത് പറഞ്ഞത്? എ പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷേ വരാതിരിക്കാം. അപ്പോൾ ബി വെട്ടിക്കളയാം. എന്താ കാര്യം? സമപന്തി ഭോജനം സംഘടിപ്പിച്ച ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് അല്ലേ? നമുക്ക് ഈ PYQകൾ ഇത്രയും ഈ 4 PYQ പഠിച്ചത് നമുക്കറിയാം. സമപന്തി ഭോജനം സംഘടിപ്പിച്ചാണ് വൈകുണ്ഠസ്വാമികളാണ്. അതുകൊണ്ട് ബി ഒരിക്കലും വരില്ല. നമുക്ക് ഉത്തരം അറിയാം, ഉത്തരം അറിഞ്ഞൂടാ, പക്ഷെ നമ്മൾ ഉത്തരത്തിൽ എത്തുകയാണ്. അതുപോലെ സിയും ഒരിക്കലും വരില്ല. സിയും ബിയും വെട്ടിക്കളയാം. ഇനി ഏതൊക്കെ മാത്രമേ ഉള്ളൂ? എയോ ഡിയോ അല്ലേ? അതിൽ ഏതെങ്കിലും മാത്രമേ ഉത്തരം വരാൻ പാടുള്ളൂ. നോക്കണം, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. ഇത് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രഖ്യാപനമാണെന്ന് നമുക്കറിയാം. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് അറിഞ്ഞൂടാന്ന് വെച്ചോ, എന്നാൽ പോലും നമുക്ക് ഉത്തരത്തിലെത്താൻ പറ്റും. എങ്ങനെ? സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സഹകാരിയുടെ കുട്ടികൾ കണ്ണും പൂട്ടി ഉത്തരം പറയും. ആര്? അയ്യാ വൈകുണ്ഠസ്വാമികൾ എന്ന് പറയും അല്ലേ? അപ്പൊ അതും എന്താണ്? അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പെടുന്ന സാധനമാണ്. പെടുന്ന സാധനമായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതും വെട്ടിക്കളയുന്നു. ഉത്തരം ഏത് മക്കളെ? എ കിട്ടിയല്ലേ? അതായത് ഒന്നാമത്തെ പ്രസ്താവന രാഹുൽ, മൂന്നാമത്തെ പ്രസ്താവനയും നമുക്കിത് ആര് പറഞ്ഞു എന്താണെന്ന് അറിഞ്ഞൂടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഫ് യു ഹാവ് ദ കറേജ്, ഇഫ് യു ഹാവ് ദ ടെക്നിക്ക്, നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇത് LD ക്ലർക്ക് പരീക്ഷ ചോദിച്ചാണ്. നമ്മളൊരു 10th ലെവൽ തൊട്ട് താഴെയുള്ള എക്സാംസ് എടുക്കുന്നുണ്ട്. ഡിഗ്രിയിലേക്ക് പോകുന്നില്ല. 2027 ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം പരിചയപ്പെടാം. 10th ലെവൽ കോമൺ പ്രിലിംസ് എക്സാമിനേഷൻ 2024 സ്റ്റോർ കീപ്പർ, അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ ചോദിച്ച ക്വസ്റ്റൻ ആണ്. വേറൊന്നുമല്ല, വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക. ശരിയായവ കണ്ടെത്തുക. നോക്കടാ, 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. അവിടെയല്ല ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിലാണ് ജനിച്ചത്. നമുക്കത് അറിഞ്ഞൂടാ എന്നിരിക്കട്ടെ. അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാ വഴി എന്നറിയപ്പെടുന്നു. അയ്യാ വൈകുണ്ഠരുടെ വിശ്വാസ സംഹിത എന്തെന്നറിയപ്പെടുന്നു മക്കളെ? അയ്യാ വഴി എന്നറിയപ്പെടുന്നു. കൃത്യമായിട്ട് അത് നോട്ട് ചെയ്യിക്കാം. നമുക്കത് അറിയാവുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശരിയാണെന്ന് ബോധ്യമുണ്ട്. നമുക്ക് എന്താണ്? എ വെട്ടിക്കളയാം. എ എന്ത് പറയുന്നില്ല? 2 ശരിയാണെന്ന് പറയുന്നില്ല. അരുൾനൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. അരുൾനൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. അതിനോടൊപ്പം അഖിലത്തിരട്ട് അമ്മനയും അദ്ദേഹത്തിന്റെ രചനയാണ്. ഈ പ്രധാനപ്പെട്ട 2 രചനകൾ പഠിക്കാറുണ്ട്. വളരെ കോമൺ ആയിട്ട് വരുന്ന പോയിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 3ഉം നമുക്ക് ശരിയാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏത് വെട്ടിക്കളയാം? ഒന്നും വെട്ടാനില്ലല്ലേ? അതുപോലെ അടുത്തത് കണ്ണാടി പ്രതിഷ്ഠ നടത്തി. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, അദ്ദേഹവും കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. നമ്മുടെ സാധാരണ കണ്ണാടി പ്രതിഷ്ഠ, കേരളത്തിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ ആരാണ് നടത്തിയത്? ആരാണ്? ശ്രീനാരായണ ഗുരു. പക്ഷേ ദക്ഷിണേന്ത്യയിൽ ആദ്യം കണ്ണാടി പ്രതിഷ്ഠ ആര് നടത്തി എന്ന് ചോദിച്ചാൽ ആരാണ് മക്കളെ? അയ്യാ വൈകുണ്ഠ സ്വാമികളാണല്ലേ? അയ്യാ വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ ഉത്തരം ബി ആയിട്ട് വരും കേട്ടോ. ഉത്തരം ബി ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ കൃത്യമായി മനസ്സിലായി. ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈകുണ്ഠ സ്വാമിയുടെ രചന ഏത്? രചന ഏത്? കൃത്യമായിട്ട് അറിയാം. വളരെ ഒരു വിഷയമില്ല. അരുൾനൂൽ. നാലാമത്തത് നോക്കുക. നാലാമത്തത് മാത്രം എന്നൊരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അരുൾനൂൽ എന്തൊക്കെ സംഭവിച്ചാലും നമുക്കറിയാം അത് അയ്യാ വൈകുണ്ഠ സ്വാമിയുടെ രചനയാണെന്ന് പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ട് 4 മാത്രമേ ഉത്തരം വരൂ. എയിൽ 4 വരുമെന്ന് പറഞ്ഞിട്ടില്ല, ബിയിൽ പറഞ്ഞിട്ടില്ല, ഡിയിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സി മാത്രമേ വരത്തുള്ളൂ. 4 മാത്രമേ വരത്തുള്ളൂ. എന്താ ചോദിച്ചത്? ഏത് പരീക്ഷ? ബ്ലൂ പ്രിന്റർ, വാച്ച്മാൻ, LGS പരീക്ഷ ചോദിച്ചാണ്. ഇനി നമുക്ക് ദർശനമാല ആരുടെ കൃതിയാണെന്ന് നോക്കാം. ആരുടെ മക്കളെ? ശ്രീനാരായണ ഗുരുദേവന്റെ കൃതിയാണ് ദർശനമാല. അതുപോലെ നവമഞ്ജരി ആരുടെയാണ്? ശ്രീനാരായണ ഗുരുദേവന്റെയാണ്. അതുപോലെ ആദിഭാഷ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ആദിഭാഷ ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. മറന്നു പോകരുത്. അപ്പോൾ ഒരു പോയിന്റ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ തന്നെ അടുത്ത LGS പരീക്ഷയിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും. അതാണ് നമ്മുടെ പ്രഡിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. ഇതുപോലെ ഏകദേശം 30 മുതൽ 40ഓളം ഹോട്ട് ടോപ്പിക്കുകൾ നിങ്ങളുടെ മുന്നിൽ വരും. അത് വിത്ത് എവിഡൻസ് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വിത്ത് എവിഡൻസ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് സെഷൻസിലെല്ലാം പങ്കെടുക്കുക. അതായത് വലിയ ആ ഒരു സിലബസ് അരച്ച് കലയിൽ കുടിക്കാതെ ഏറ്റവും എളുപ്പത്തിൽ 35-40 മാർക്ക് വാങ്ങുന്ന പരിപാടിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? അടുത്ത സെഷനും കൃത്യമായിട്ട് കാണുക. അതിനോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. ആ തീ കത്തിക്കൊണ്ടേ ഇരിക്കുമല്ലേ? 2026 എന്ന് പറയുന്ന വർഷം നമുക്ക് ഉറപ്പാണ്. ഉറപ്പെന്ന് പറഞ്ഞ് ഉറപ്പിക്കണം. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വേരിയസ്
LGS കമ്പനി കോർപ്പറേഷൻ LGS പരീക്ഷ എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി പേര് പഠിക്കുന്നുണ്ട് അല്ലെ. അതിനോടൊപ്പം നമുക്കറിയാം ഡിഗ്രിയിലുള്ള ആൾക്കാർക്ക് ഇത് എഴുതാൻ പറ്റും. ഡിഗ്രി ലെവൽ ആൾക്കാർക്ക് എന്താണ് ഒത്തിരി ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം ഈ ലിസ്റ്റിലേക്ക് കയറുക, ലിസ്റ്റിൽ ഉൾപ്പെടുക, അത് മാത്രം ചെയ്താൽ മതി. അത് ചെയ്യാൻ വേണ്ടിയുള്ള ഞുണുക്ക് വഴികളായിട്ട് സഹകാരി ഇനിയും വരും. അപ്പൊ കൃത്യമായിട്ട് കണ്ടന്റ് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് അമർത്തുക, അതിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഞെക്കി പൊട്ടിക്കുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.